ഹായ് ഹലോ, എല്ലാവർക്കും നോ ഫേസ് മൂവി റിവ്യൂസിലേക്ക് സ്വാഗതം. അപ്പം 2026 ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു പടമായിരുന്നു ബാലൻ ദ ബോയ്. അപ്പം ഇന്ന് ആ പടം റിലീസായിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ വൻ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ പടം കാണാൻ കയറിയത്. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ കോംബോ. കാരണം അത് രണ്ടുപേരും ഇന്ന് മലയാളത്തിലുള്ളവർ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വിന്നിങ് ഡയറക്ടേഴ്സാണ്. ഒന്ന് ചിദംബരം, മറ്റൊന്ന് ചിത്തു മാധവൻ. ഇതിന്റെ ഡയറക്ടർ ചിദംബരമാണ്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ചിത്തു മാധവനാണ്. ഇവർ രണ്ടുപേരും മുൻപുള്ള പടങ്ങൾ നമുക്കറിയാം. ചിദംബരം ചെയ്തിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സും ജാനവനുമാണ്. അതേപോലെ തന്നെ ചിത്തു മാധവൻ ചെയ്തിരിക്കുന്നത് ആവേശവും രോമാഞ്ചവും. ഈ പടങ്ങളെല്ലാം തന്നെ നമുക്ക് മലയാളത്തിൽ ഒരുപാട് ഓടിയതും അതേപോലെ നമുക്ക് റിപ്പീറ്റ് വാല്യൂ തന്നതും വൻ വിജയങ്ങളായിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ ഇവരുടെ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പടത്തിന് വൻ പ്രതീക്ഷ വെച്ചാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കും കൂടെ ചെയ്ത പടമാണ്. എന്നാൽ ഒരു തരി പോലും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല അടിപൊളി പടമാണ്. 100% തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ 100% സാറ്റിസ്ഫാക്ഷൻ തന്ന നല്ല അടിപൊളി പടമായിരുന്നു. ഓക്കെ, നമുക്ക് പടത്തിന്റെ പ്ലോട്ടിലോട്ട് വരാം. പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് പടത്തിന്റെ തുടക്കം കാണിക്കുന്നത് ഒരു പ്രസനാണ്, ഒരു വനിതാ പ്രസൻ. ആ വനിതാ പ്രസനിൽ നിന്ന് റിലീസായി വരുന്ന ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ ഒരു മകനും. അതായത് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഇവർ രണ്ടുമാണ്, ഒരു അമ്മയും മോനും. ആ മോനാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ റോൾ. അതായത് ബാലൻ ദ ബോയ് എന്ന ഈ പടത്തിന്റെ ടൈറ്റിൽ റോൾ ആ പയ്യനാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഫർസാന പാലത്തിലുള്ള പുതിയ പുതുമുഖമാണ്. അതേപോലെ തന്നെ ആ പയ്യനും ആദിശേഷൻ, അതും രണ്ടുപേരും പുതുമുഖങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഈ റോള്. അപ്പൊ ഇവർ പ്രിസണിൽ നിന്ന് റിലീസായ ഇവർക്ക് ഉറ്റവരോ ഒന്നുമില്ല. ഇവർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ അങ്ങനെ ആരുമില്ല. അപ്പൊ ഇവർക്ക് മുമ്പോട്ട് ജീവിക്കാം. അപ്പൊ ഇവർ മുമ്പോട്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫേക്ക് ഐഡന്റിറ്റിയിലാണ് മുമ്പോട്ട് ജീവിക്കുന്നത്. അവർ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിലും ഓരോ രീതിയിലും മുമ്പോട്ട് ജീവിച്ച് പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വലിയ ലാഭോട് കൂടിയെന്നല്ല, ഒരു പാട്ടിന്റെ ഡ്യൂറേഷൻ്റെ അത്ര വരുന്നുള്ള അവർ ഓരോ പുതിയ ഓരോ ജോലികൾ ചെയ്യുന്നതും പുതിയതായിട്ട് ജീവിച്ച് പോകുന്നതും ഇങ്ങനെ കാണിച്ച് പോകുന്നു. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഇവർക്കെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഒരു സ്ത്രീയും ആ സ്ത്രീക്ക് ഒരു മകന് മാത്രമേ ഉള്ളൂ. അവർ ഒരു സൊസൈറ്റിയിൽ തനിച്ച് ജീവിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ ആകുമ്പോഴത്തേക്ക് അവരെ മറ്റുള്ളവർ അപ്രോച്ച് ചെയ്യുന്ന രീതി. അപ്പൊ അതേപോലെ തന്നെ ഒരു സുന്ദരിയായ സ്ത്രീ ഒരു മകന് മാത്രമേ ഉള്ളൂ, ഭർത്താവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വരുന്ന പ്രപ്പോസല്, കല്യാണ പ്രപ്പോസല്, അതേപോലെ പ്രണയം, പിന്നെ മറ്റ് പല കണ്ണുകളിലൂടെ അവരെ നോക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാരണം അവർക്ക് ഒരു സ്ഥലത്ത് പൂർണ്ണമായിട്ട് അവർക്ക് ആ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ കഴിയുന്നില്ല. അവർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ പടത്തിന്റെ തുടക്കം തൊട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഓരോ പേര്, ഓരോ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ജില്ലയോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റോ അങ്ങനെയൊന്നുമില്ല. അവർ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വേറൊരു ജോലി ചെയ്ത് മറ്റൊരു പേരിൽ മറ്റൊരു സ്റ്റോറിയിൽ, അതായത് അവരുടെ പാസ്റ്റ് സ്റ്റോറിയൊക്കെ അവർ മാറ്റി അവരെങ്ങനെ ജീവിക്കുന്നു. കാരണം അതിലെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ വരുന്നത് മെയിനായിട്ടും ഈ അമ്മ ക്യാരക്ടറിന് ഇഷ്ടമല്ല. അവരതിൽ എടുത്ത് തന്നെ പറയുന്നുണ്ട്. ആ മോനോട് പറയുന്നൊരു സീനുണ്ട്. ആ സീനിൽ പറയുന്നുണ്ട്, മോനെ നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ വേണ്ട എന്നുള്ളത്. കാരണം ആ ഒരു ഡയലോഗിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പാസ്റ്റിൽ പാസ്റ്റിൽ അത്രയ്ക്കും വലിയൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് അവർക്ക് അവരുടെ മോനെ സംരക്ഷിക്കണം, അവർക്ക് മോനെ നല്ലൊരു ജീവിതം കൊടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് പോകുന്ന ഒരു അമ്മ കഥാപാത്രം. അങ്ങനെ ഈ ക്യാരക്ടേഴ്സിന് ഈ അമ്മ അവസാനം ഒരു വീട്ടിലൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വയസ്സായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ നോക്കുന്നതിനായിട്ട് ഒരു അമ്മച്ചിയെ നോക്കുന്നതിനായിട്ട് അത് ആ ജോലി കിട്ടുന്നതും ആ ജോലി എങ്ങനെയാണ് അവരെ എത്തിപ്പെടുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ പടം കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. അതും അവരൊരു ഫേക്ക് ഐഡന്റിറ്റിയിൽ തന്നെയാണ് അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ അതുവരെ ഒരു ചെറിയൊരു സ്ലോ പേസിൽ അങ്ങ് പൊക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം, അവരെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയ ആ അമ്മച്ചിയെ നോക്കാൻ വീട്ടിലെത്തുന്നു. ആ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ആ അമ്മച്ചിയുടെ ഒരു എൻട്രി ഉണ്ട്. അമ്മച്ചിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, അവരെ ഞാൻ മറ്റൊരു പടത്തിൽ കണ്ടതായിട്ടും എനിക്ക് ഓർമ്മയില്ല. അതുവരെ തിയേറ്ററിൽ പൊക്കോണ്ടിരുന്ന മൂഡിനെ അമ്മച്ചി അപ്പാടെ മാറ്റിക്കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഇൻട്രോ ആൻഡ് അവരെ അഭിനയം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് അമ്മച്ചി, ഒന്ന് ജീൻ പോൾ ലാൽ ചെയ്ത ഒരു പോലീസിന്റെ ക്യാരക്ടർ, കോൺസ്റ്റബിളിന്റെ ക്യാരക്ടർ. ഈ 2 ക്യാരക്ടറാണ് എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇതിന്റെ ടൈറ്റിൽ റോൾ ചെയ്ത പയ്യനും ഈ അമ്മ കഥാപാത്ര അവസാന പാലത്തിലുള്ള മുഴുവനുള്ള ക്യാരക്ടേഴ്സ് തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളത്. പക്ഷെ അവരുടെ റോൾ അടിപൊളിയായിട്ട് ചെയ്ത് കിട്ടും അഭിനയം വരുന്നു. പക്ഷെ നമുക്ക് പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ക്യാരക്ടറും അതേപോലെ തന്നെ ജീൻ പോൾ ലാലിന്റെ ക്യാരക്ടർ. അമ്മച്ചി എന്ന് പറഞ്ഞ ഒരു വൈബ് തള്ള എന്ന് പറയാം, അത്രയ്ക്ക് കിട്ടുന്ന ക്യാരക്ടറായിരുന്നു.
അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ അവരെ വീട്ടിൽ വരുന്നു, അവരെ അമ്മച്ചിയെ നോക്കുന്നു, ആ പയ്യനെ അവരൊരു ഒരു സ്കൂളിൽ ചേർക്കുന്നു. ആ സ്കൂളിൽ ചേർക്കുന്നതും അതൊരു ഫേക്ക് ഐഡന്റിറ്റിയിലാണ്. ആ ഫേക്ക് ഐഡന്റിറ്റിയിൽ എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്, അതും ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ അപ്പൊ പയ്യൻ നൈസായിട്ട് സ്കൂളിൽ പോകുന്നു, അവ അവിടെ പഠിക്കുന്നു, ഒരു അമ്മച്ചിയെ നോക്കുന്നു. ആ അമ്മച്ചി അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ ഒരു കിടന്തല്ല, പിന്നെ അവരെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അങ്ങനെ നൈസായിട്ട് അവർ പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരെ അവരോട് ഒരു എന്ത് സംഭവിക്കുന്നു, അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു പ്രശ്നങ്ങൾ, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും വീണ്ടും ഒരു ട്രാജഡി ഉണ്ടാവുകയാണ്. അപ്പം ആ ഒരു പ്രശ്നത്തോടു കൂടി ഈ അമ്മയും മകനും രണ്ടാവുകയാണ്. രണ്ടാവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന പയ്യനെ വിളിക്കുക, അമ്മയ്ക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ആ അമ്മയ്ക്ക് ബാക്കി അമ്മയ്ക്ക് അവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അത് ബാലൻസ് അവിടെ കാണിക്കുന്നില്ല. ഈ പയ്യൻ അവിടെ ഒറ്റയ്ക്കൊരു നിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും പോലീസുകാരനായിട്ട് വരുന്ന നമ്മളെ ജീൻ പൊള്ളാറിന്റെ ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു സ്റ്റേഷനിൽ നടന്നത്. സൂപ്പർ ഇൻട്രോ ആയിരുന്നു. ജീൻ പൊള്ളാർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ക്യാരക്ടറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ജീൻ പൊള്ളാർ വന്ന് ഈ പയ്യനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഇത് ഏകദേശം ഫസ്റ്റ് ഹാഫ് തീരുന്നത് വരെയുള്ള സ്റ്റോറി ഇത് തന്നെയാണ്. പിന്നെ ബാക്കി സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം സെക്കൻഡ് ഹാഫിൽ ഈ ഫസ്റ്റ് ഹാഫിൽ നിന്ന് മാറി വേറൊരു സ്റ്റോറി പോലെയാണ് പോകുന്നത്. ഇതിന്റെ തുടർച്ച തന്നെയാണ്. പക്ഷെ നല്ല അടിപൊളി സ്റ്റോറി എല്ലാം കറക്റ്റ് അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ഏച്ച് കെട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സ്റ്റോറിയിൽ വന്നിട്ടില്ല. എല്ലാം കറക്റ്റ് എങ്ങനെയാണോ സ്റ്റാർട്ട് ആയത് അതിന്റെ രീതിയിൽ കറക്റ്റ് പോയിന്റ് ആയിട്ടാണ് ആ പടം തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. എൻ്റെ സെക്കൻഡ് ഹാഫിലെ സ്റ്റോറിയിലോട്ടൊന്നും പോകുന്നില്ല. പടത്തിന്റെ പ്ലോട്ട് ഇതാണ്. അവസാനം ആ പയ്യൻ പോലീസ് സ്റ്റേഷനിലായി പോകുന്നു. അമ്മ എവിടെയാണെന്ന് അറിയില്ല. ഇനി ആ പയ്യൻ ആ അമ്മയുടെ അടുത്ത് തിരിച്ചെത്തു, അവരുടെ പരസ്പരം കണ്ടുമുട്ടും. ഇതൊക്കെ തന്നെയാണ് മുമ്പോട്ട് ആ പടം തുടർന്നു പോകുന്നത്. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും അവരവരുടെ റോള് നല്ല പക്ക വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ടൈറ്റിൽ റോൾ ചെയ്തേക്കുന്ന ആ പയ്യൻ, അതേപോലെ വർസാന പാലത്തിക്കൽ അമ്മയുടെ ക്യാരക്ടർ, പിന്നെ ഞങ്ങളൊരു അമ്മച്ചിയായിട്ട് വരുന്നവര് ജീൻ പൊള്ളാർ, ഇവരൊക്കെ നല്ല അടിപൊളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രെയിലറിൽ തന്നെ കാണുമ്പോഴും അറിയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അണിയർ പ്രവർത്തകരും പുറത്ത് വിട്ടത് തന്നെയാണ് ടോവിനോ തോമസ് ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആ സെക്കൻഡ് ഹാഫിലാണ് ടോവിനോ തോമസ് വരുന്നത്. ഒരു മുഴുനീള ക്യാരക്ടറൊന്നുമല്ല. അറൗണ്ട് ആ പടത്തിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സെക്കൻഡ് ഹാഫിൽ, അതായത് ക്ലൈമാക്സ് അടുപ്പിച്ച് വരെ വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. ടോവിനോയ്ക്ക് കിട്ടിയ വേഷം ടോവിനോ നല്ല വൃത്തിക്കും വെടിപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ടോവിനോയ്ക്ക് കുറച്ച് മേക്ക് ഓവർ ഉണ്ട്, ടോവിനോയുടെ ബോഡിയിൽ കുറച്ച് മേക്ക് ഓവർ ഉണ്ട്. എല്ലാം നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് അങ്ങനെ അത്ര ഒരു ക്യാരക്ടർ ടോവിനോയെ കണ്ടിട്ടില്ല. ആ ഒരു ലെവലിൽ നല്ല അടിപൊളിയായിട്ട് ടോവിനോ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗിരീഷ് പ്രേമലോട് കയറിട്ട് ഗിരീഷ് ഇതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ ഒരു പോലീസുകാരനായിട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്ക് ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഒരു 15 മിനിറ്റ് സമയം വരുന്ന റോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടന്റ് റോളൊന്നുമല്ല. പക്ഷേ കിട്ടിയ റോള് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പടത്തിന് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് മുമ്പ് ഈ പടത്തിന്റെ കാസ്റ്റൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ഒക്കെ അഭിനയം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിയൊക്കെ കിട്ടിയ റോള് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ട ഒരു ക്യാരക്ടറുണ്ട്, ബീന ആന്റണി ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വന്ന ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സീരിയലിലൊക്കെ സജീവമായിട്ട് വന്ന ബീന ആന്റണി, ഏകദേശം കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം അറിയായിരിക്കും. സീരിയലൊക്കെ കാണുന്നവർക്ക് ഒട്ടുമിക്കവർക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അവർ പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അവരൊരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയുന്നില്ല, അവരൊരു നൈസ് ഒരു ചൊറി ക്യാരക്ടറാണെന്ന് കൂട്ടിക്കൊണ്ട് അവരുടെ ക്യാരക്ടറെല്ലാം വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കഥയും ഇതിന്റെ കഥ. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയെ തന്നെയാണ്. കാരണം മഞ്ഞുമൽ ബോയ്സിലും ചേട്ടന് വേണ്ടി ഇതിൽ ആ കാസ്റ്റ് എല്ലാം ചെയ്തത് ഗണപതിയാണ്. ഇതിലും കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പക്ക പ്രോപ്പർ കാസ്റ്റിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിങ്ങിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ പടത്തിന്റെ മ്യൂസിക് സുഷിക്ഷാമാണ് പുള്ളിയുടെ മ്യൂസിക്കിനെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ പടത്തിന്റെ മൂഡിനനുസരിച്ചുള്ള അതേ പാട്ടുകളും അതേ BGMകളും അതേ മ്യൂസിക് പക്ക പ്ലേസ്മെന്റ് ആയിരുന്നു. നമുക്ക് ഒരിടത്ത് പോലെ ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നാതിരിക്കാനുള്ള ഒരു കാര്യവും സുഷിക്ഷാമിന്റെ ആ മ്യൂസിക് തന്നെയാണെന്ന് പറയാം. പിന്നെ ലാഗിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പടം മൊത്തം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കണക്കും സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആയ കണക്ക് നമുക്ക് തോന്നും. കാരണം കുറച്ച് ടോവിനോയുടെ പോർഷൻസ് എല്ലാം കയറി വരുമ്പോഴത്തേക്ക് പടം കുറച്ച് സ്ലോ ആയില്ലേ നമുക്ക് തോന്നും. ഓക്കെ, എനിക്ക് ഇടയ്ക്കൊന്ന് ഫീൽ ചെയ്തു സ്ലോ ആയെന്ന്. പക്ഷെ പടം വരുമ്പോൾ, അതായത് പടം ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ലാഗോ നമ്മൾ ഇത്ര നേരം തിയേറ്ററിൽ ഇരുന്നെന്നോ ആ ലെങ്ത് ഇത്ര വന്നെന്നോ ഒന്നും യാതൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ യാതൊരു റിഗ്രറ്റും നമുക്ക് അടിക്കത്തില്ല. നമുക്ക് ക്ലൈമാക്സ് കഴിയുമ്പോൾ നമുക്ക് 100% പൂർണ്ണ സംതൃപ്തിയോടെ നമുക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങാം. അത്രയ്ക്ക് നല്ലൊരു പടം വരുന്നു. എന്തായാലും എനിക്ക് ഈ വർഷം കണ്ട മലയാള പടങ്ങളിൽ എനിക്കിപ്പോൾ ഈ വർഷം കണ്ട മലയാളം ഇഷ്ടംപോലെ മലയാള പടം കണ്ട്
എനിക്ക് ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള പടം ഈ വർഷം മോഹിനിയാട്ടമായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം കണ്ടതിൽ ഇഷ്ടപ്പെട്ട മലയാള പടം ഈ പടമാണ്, നമ്മുടെ ബാലൻ ദ ബോയ് എന്ന് പറയുന്ന പടമാണ്. പിന്നെ എന്തായാലും ഒക്കെ എല്ലാവരും ഈ പടം മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. മാക്സിമം ഫാമിലിയോടൊപ്പം തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ഒരു ഫാമിലി പടമായിട്ട് തന്നെ ഫാമിലിക്ക് എല്ലാ പ്രായക്കാർക്കും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ നല്ല പ്രായമായവർക്ക് വരെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ നമുക്ക് എങ്ങനെ വേണോ ഈ പടം പോയി കാണാം. പിന്നെ ഈ പടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം അത്യാവശ്യം നല്ലൊരു ഓടുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ കെവിൻ, ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കെവിൻ പ്രൊഡക്ഷനാണ്. പിന്നെ അവർക്ക് ഈ പടം ഹിറ്റ് ആവേണ്ടത് ആവശ്യമുണ്ട്. കാരണം അവർ ആൾറെഡി വലിയ പൈസ മുടക്കി ഒരു 2 പടങ്ങളെടുത്ത് പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ദളപതിയുടെ ലാസ്റ്റ് മൂവി ജനനായകൻ, 2 യാഷിന്റെ ടോക്സിക്. ഇത് രണ്ടും ഇപ്പോഴും പെട്ടിക്കകത്ത് തന്നെയാണ്, റിലീസ് ആയിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മുടെ മോളിവുഡിൽ നിന്നെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമില്ല എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും പടം നല്ല അടിപൊളി പടമാണ്. അപ്പോൾ ഓക്കെ, ശരി, നമുക്കിനി അടുത്ത റിവ്യൂ ആയിട്ട് ഇനി നമുക്ക് കാണാം. എല്ലാവരും മാക്സിമം ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. എല്ലാവരും ഈ എന്താ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.